നമസ്കാരം. 18 സിദ്ധന്മാരിൽ മുഖ്യനും ബോഗർ സിദ്ധരുടെ ശിഷ്യന്മാരിൽ ഒരാളും ഇരുമ്പിനെയും ചെമ്പിനെയും സ്വർണമാക്കി മാറ്റുന്ന രസവിദ്യയിൽ അഗ്രഗണ്യനുമായ കൊങ്കണർ സിദ്ധരെ പറ്റി അറിഞ്ഞിരിക്കാം. കൊങ്കണവർ, കൊങ്കണനാഥർ, കൊങ്കണ നായനാർ, കൊങ്കണർ എന്നിങ്ങനെ പല നാമങ്ങൾ കൊങ്കണ സിദ്ധർക്കുണ്ട്. ഇതല്ലാതെ കൊടും സിദ്ധർ എന്നൊരു നാമവും കൊങ്കണ സിദ്ധർക്കുണ്ട്. കൊടിയ പാഷാണ മരുന്നുകൾ തയ്യാർ ചെയ്ത് സ്വയം പരിശോധിച്ചു നോക്കി പല കഠിനമുറകളെയും കലകളെയും അഭ്യസിച്ചതിനാലാണ് ഈ നാമം വന്നത്. ഇദ്ദേഹം ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന കാലം കിപി 7-ാം നൂറ്റാണ്ട്. സിദ്ധന്മാരിൽ സിദ്ധരായ 7 ലക്ഷം പ്രളയങ്ങൾ കണ്ട കാകഭുജണ്ഡർ സിദ്ധരെ പറ്റിയും കഞ്ചാവ് മൂലിക സൃഷ്ടിച്ച ഗോരക്കർ സിദ്ധരെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. കൊങ്കണർ സിദ്ധരുടെ ജനനത്തെപ്പറ്റി പല കഥകൾ നിലവിലുണ്ട്. ആദ്യത്തെ കഥ പ്രകാരം കൊങ്കണർ ഒരു രാജകുമാരൻ, കൊങ്കുനാട് ഭരിച്ചിരുന്ന മഹാരാജൻ എന്ന മന്നന്റെ ഒരേ ഒരു പുത്രൻ. തന്റെ 16ാമത്തെ വയസ്സിൽ കാടുകളിലൂടെ യാത്ര ചെയ്യണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന്റെ പിതാവും അത് സമ്മതിച്ചു. മറ്റുള്ള ജീവജാലങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിയാത്ത അരമനയ്ക്കുള്ളിൽ സുഖഭോഗ ജീവിതം മാത്രം നയിച്ചിരുന്ന രാജകുമാരൻ കാട് മലകളെ ചുറ്റി വരുമ്പോൾ കണ്ണിൽ കണ്ട ചെടി, കൊടി, പക്ഷിമൃഗാദികൾ എല്ലാറ്റിനെയും തന്റെ വാളിനാൽ വെട്ടി വീശി എറിഞ്ഞുകൊണ്ട് കാട്ടിൽ ഒരിടത്ത് വന്നിരുന്ന് വിശ്രമിച്ചു. അവിടെയുള്ള അരുവിയിൽ തന്റെ വാളിലുണ്ടായിരുന്ന രക്തക്കറ കഴുകവേ രാജകുമാരന്റെ വാളിനാൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ തിരിച്ചു കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് ജീവിതമായയിൽ നിന്നും മോചനം കിട്ടി. അദ്ദേഹം മനസ്സുമാറി സന്യാസ ജീവിതത്തിലേക്ക് തിരിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഗുഹയിൽ തപസ് ചെയ്ത് പല സിദ്ധികൾ നേടി മനുഷ്യർക്ക് നന്മകൾ ചെയ്തു എന്നാണ് പറയുന്നത്. കൊങ്കണർ സിദ്ധർ കേരളത്തിൽ കൊങ്കൺ ദേശത്തിൽ പുളിഞ്ചർകുടിയിൽ കൊങ്കണ ജാതിയിൽ ഉത്തര നക്ഷത്രത്തിൽ പിറന്നതായി ബോഗർ 7000-ലും അഗസ്ത്യർ 12000 എന്ന പുസ്തകത്തിലും പരാമർശമുണ്ട്. വേറൊരു കഥപ്രകാരം ഇരുമ്പ് സാധനങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്ന കൊല്ല സമുദായത്തിൽ പിറന്ന ദരിദ്രനായ ഇദ്ദേഹം സുഖജീവിതത്തിൽ താല്പര്യമുണ്ടായിരുന്ന പത്നിക്കായി പണമുണ്ടാക്കാൻ കുറുക്കുവഴികൾ ആരാഞ്ഞതായാണ് പറയപ്പെടുന്നത്. സിദ്ധയോഗിയായാൽ ഇരുമ്പ് തങ്കമാക്കി സമ്പന്ന ജീവിതം നയിക്കാം എന്ന് ആലോചിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ബോഗർ സിദ്ധരെ പോയി കാണുന്നത് എന്നാണ് ചരിത്രം. വേറൊരു കഥയിൽ പറയുന്നത് വേടർ കുലത്തിൽ പിറന്ന ഒരു ബാലനായ അദ്ദേഹത്തിന് ജ്ഞാനം കൈവരിക്കണമെന്നൊരു ഉൾവിളിയുണ്ടായി. ബോഗർ സിദ്ധർ ചെന്ന് കാണുകയും കൊങ്കണദേശത്ത് നിന്ന് വന്നവർ എന്നർത്ഥത്തിൽ ബോഗർ അദ്ദേഹത്തിന് കൊങ്കണർ എന്ന നാമം വെച്ച് തന്റെ ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്തു എന്നാണ്. ബോഗർ സിദ്ധർ ശിഷ്യന്റെ മനസ്സിലുള്ള ജ്ഞാനം നേടാനുള്ള ത്വര തിരിച്ചറിഞ്ഞ് അജ്ഞാനം നീക്കി അംബികയുടെയും ശ്രീമുരുകന്റെയും പ്രാർത്ഥനാമുറകളും മന്ത്രങ്ങളും ഉപദേശിച്ചു. ചെറുപ്രായത്തിൽ തന്നെ സിദ്ധന്മാരോടൊപ്പം പൊതികമലയിൽ വസിച്ച് വളരെയധികം അറിവുകൾ അവരിൽ നിന്നും കൊങ്കണ സിദ്ധർ ഗ്രഹിച്ചതായി പറയപ്പെടുന്നു. തിരുമന്ത്രം രചിച്ച തിരുമൂലർ സിദ്ധരുടെ ചെറുമകനാണ് കൊങ്കണ സിദ്ധർ എന്ന് അദ്ദേഹം തന്റെ വാദകാവ്യം എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളതായും കുറിപ്പുണ്ട്. കൊങ്കണ സിദ്ധർ തന്റെ ജീവിതകാലത്തിൽ ഗൗതമ മഹർഷി, തിരുമഴിസൈ ആൾവാർ എന്നിങ്ങനെ പല ദിവ്യന്മാരിൽ നിന്നും ജ്ഞാനം ഗ്രഹിച്ചതായും തിരുമാളികത്തേവരിൽ നിന്ന് സമയ നിർവ്വാണ ദീക്ഷകൾ സ്വീകരിച്ചതായും പറയപ്പെടുന്നു. ബോഗർ സിദ്ധരുടെ നിർദ്ദേശപ്രകാരം അംബികയെ നോക്കി കൊങ്കൺമല ഉച്ചിയിൽ ദീർഘകാലം തപസ് ചെയ്തു കൊങ്കണ സിദ്ധർ. കാലങ്ങൾ തപം ചെയ്ത് സിദ്ധികൾ ലഭിക്കുന്നതിനേക്കാൾ എളുപ്പം മുനിമാരെ പോലെ യാഗം ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടുമെന്ന തിരിച്ചറിവിൽ കൊങ്കണ സിദ്ധർ തില്ലയിൽ യാഗം ചെയ്ത് അനവധി സിദ്ധികൾ നേടി. തിരുമൂലരെ പോലെ കൊങ്കണരും കൂടുവിട്ട് കൂടുപായൽ വിദ്യ വശമുള്ളയാൾ എന്ന് കരുവൂരാർ വാദകാവ്യത്തിലുണ്ട്. ഒരു പ്രാവശ്യം കാട്ടിൽ ഒരു മരത്തിനടിയിൽ കൊങ്കണ സിദ്ധർ ആഴ്ന്ന തപസ്സിലിരിക്കെ മരത്തിലിരുന്ന ഒരു കൊക്ക് അദ്ദേഹത്തിന്റെ മേൽ വിസർജിച്ചു. കടുത്ത കോപത്തോടെ അദ്ദേഹം കൊക്കിനെ നോക്കിയതും കൊക്ക് എരിഞ്ഞു ഭസ്മമായി. തപസ്സിൽ നിന്നുണർന്ന കാരണത്താൽ സിദ്ധർക്ക് വിശപ്പനുഭവപ്പെട്ടു. അദ്ദേഹം ഭിക്ഷയാചിച്ച് ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിലെ ഗൃഹനാഥ വാസുകി അമ്മയാർ തന്റെ ഭർത്താവിനുള്ള ശുശ്രൂഷകൾ ചെയ്ത ശേഷം കൊങ്കണർക്ക് ആഹാരം കൊണ്ടുവന്നപ്പോൾ സ്വല്പം വൈകി. വിശപ്പ് കൊണ്ട് ദേഷ്യം വന്ന സിദ്ധർ ആ മാതാവിനെ ദേഷ്യത്തോടെ നോക്കിയപ്പോൾ ഞാൻ കൊക്കല്ല കൊങ്കണരെ ഭസ്മമാക്കാൻ എന്നവർ സമാധാനപൂർവ്വം പറഞ്ഞു. ആ അമ്മയുടെ ജ്ഞാനദൃഷ്ടിയെയും പാതിവൃത്യ ബലത്തെയും മനസ്സിലാക്കിയതോടൊപ്പം തന്റെ കോപം എന്ന വികാരത്തെ ഓർത്ത് നാണിച്ച് കൊങ്കണർ അവിടെ നിന്നും നടന്നകന്നു. പോകുന്ന വഴിയിൽ ധർമ്മവ്യാധർ എന്നയാളെ കൊങ്കണർ കണ്ടുമുട്ടി. ധർമ്മവ്യാധർ മാതാപിതാക്കളെ ദൈവമായി കണക്കാക്കി അവർക്ക് സേവ ചെയ്യുന്നയാൾ. ധർമ്മവ്യാധർ കൊങ്കണരെ കണ്ടതും സ്വാമി വാസുകി അമ്മയാർ സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചു. അപരിചിതനായ ഇയാൾക്ക് തന്നെയും താൻ വാസുകി അമ്മയാരുടെ വീട്ടിൽ നിന്നാണ് വരുന്നതെന്നും എങ്ങനെ മനസ്സിലായി എന്നോർത്ത് കൊങ്കണ സിദ്ധർ വീണ്ടും ആശ്ചര്യപ്പെട്ടു. അവനവന്റെ കടമകൾ തെറ്റാതെ ഭംഗിയായി ചെയ്താൽ ദൈവിക ശക്തികൾ താനേ ലഭിക്കുമെന്നും അനേക വർഷം തപവഴിയിൽ ലഭിച്ച ശക്തികളെക്കാളും ധർമ്മവഴിയിൽ ലഭിക്കുന്ന ശക്തികൾ അമൂല്യമെന്നുമുള്ള പാഠങ്ങളും കൊങ്കണ സിദ്ധർ ജീവിതത്തിൽ പഠിച്ചു. പ്രഗത്ഭനായ ആൽക്കമിസ്റ്റ് ആയിരുന്നത്രേ കൊങ്കണ സിദ്ധർ. ഈ സിദ്ധർ മൂലികച്ചാറുകൾ കൊണ്ട് രസവിദ്യയിൽ ഇരുമ്പും ചെമ്പുമെല്ലാം സ്വർണമാക്കി മാറ്റുന്ന വിദ്യ പ്രയോജനപ്പെടുത്തി ജനങ്ങൾക്ക് ധാരാളം ഉപകാരങ്ങൾ ചെയ്തു വന്നിരുന്നു. ആടുമേയ്ക്കാനെത്തിയ ഇടയന്മാരുടെ കയ്യിലെ വടികൾ സ്വർണമാക്കി കൊടുത്തിരുന്നു സിദ്ധർ എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും മരണം വരെ യാചകവൃത്തിയിലൂടെയാണ് അദ്ദേഹം ജീവിച്ചത് എന്നോർക്കണം. ഒരു നാൾ കൊങ്കണ സിദ്ധർ സുഹൃത്തായ ശിവവാക്യ സിദ്ധരുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ദാരിദ്ര്യാവസ്ഥ കണ്ട കൊങ്കണർ ശിവവാക്യരുടെ ഭാര്യയോട് കുറച്ച് ഇരുമ്പ് കൊണ്ടുവരാൻ പറഞ്ഞ് അത് തങ്കമാക്കി കൊടുത്തുകൊണ്ട് അവിടെ നിന്നും മടങ്ങി.
വീട്ടിലെത്തിയ ശിവവാക്യരോട് ഭാര്യ നടന്നത് പറഞ്ഞ് തങ്കം കാണിച്ചു കൊടുത്തു. തങ്കം വേണോ എന്ന് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് ഭാര്യയും ഉത്തരം പറഞ്ഞു. ഉടനെ ശിവവാക്യർ സിദ്ധർ തങ്കം കിണറ്റിലെറിഞ്ഞു കളഞ്ഞു എന്നും കഥയുണ്ട്. ശ്രീമുരുകൻ തിരുവാവിനംകുടിയിൽ നിന്ന് ഇടം മാറി അളവായ് മലയിൽ ചെന്ന് സിദ്ധന്മാർ ചേർത്ത് വെച്ച പൊന്മല എടുത്തുകൊണ്ടുവന്ന് വൈകെ പൊന്മല എന്ന ഇടത്തിൽ വെച്ചതായി പുരാണകഥയുണ്ട്. ജ്ഞാനദൃഷ്ടിയാൽ ഇത് മനസ്സിലാക്കിയ ബോഗർ സിദ്ധർ കൊങ്കണരെയും കൂട്ടി അളവായ് മലയിലേക്ക് ചെന്ന് ആ തിരുവിളയാടൽ നേരിൽ ദർശിച്ചെന്നും പിന്നീട് കൊങ്കണർ പൊന്മല എന്ന സ്ഥലത്തുള്ള ഗുഹയിൽ 300 വർഷം തപസ് ചെയ്ത് ശ്രീമുരുകന്റെ ദർശനം ലഭിച്ചതായും പറയപ്പെടുന്നു. ഇവിടെയല്ലാതെ ധാരാപുരം, കാങ്കയം, ഊതിയൂർമല, കൊങ്കണർ ഗുഹ, ശങ്കഗിരി, സൂര്യവനം, തിരുപ്പൂർ കൊങ്കണഗിരി മല എന്നിവിടങ്ങളിലും അദ്ദേഹം തപം ചെയ്തതായി കണക്കാക്കുന്നു. അദ്ദേഹം തന്നെ നിർമ്മിച്ച നവപാഷാണ ശിവലിംഗത്തെ തന്റെ ജീവിതാവസാനം വരെ കൊങ്കണർ പൂജ ചെയ്തതായി ഐതിഹ്യമുണ്ട്. ഒരു നാൾ ഗുരുവായ ബോഗർ സിദ്ധർക്ക് ഒരു യുവതിയുടെ മേൽ പ്രണയം തോന്നിയത് കൊങ്കണർ മനസ്സിലാക്കി. എന്നാൽ യുവതിയോ അത് കാര്യമായി എടുത്തില്ല. ഇത് ബോഗറിൽ മനപ്രയാസം ഉളവാക്കി. ഉടനെ കൊങ്കണർ ഒരു ശിലയെ ബോഗർ ആഗ്രഹിച്ച യുവതിയുടെ രൂപത്തിലാക്കി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഇത് കണ്ട് ബോഗർ ചിരിച്ചുപോയി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്രേ, ഇത് ചെയ്യാൻ എനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷെ ആ യുവതിയുടെ ഗുണാഗണങ്ങളും സവിശേഷതകളും നിനക്ക് ഇവളിൽ സൃഷ്ടിക്കാൻ സാധിക്കുമോ? ഈ ചോദ്യത്തിലെ സൂക്ഷ്മ രഹസ്യം കൊങ്കണ സിദ്ധർ മനസ്സിലാക്കിയെന്നാണ് പറയുന്നത്. തനിക്കുണം 200, വാദസൂത്രം 200, വാദകാവ്യം 3000, വൈദ്യം 200, മുക്കാണ്ടങ്ങൾ 1500, ദണ്ഡകം 120, ജ്ഞാനവെൺപ 49, ജ്ഞാനമുക്കാണ്ട സൂത്രം 80, ഗർഭസൂത്രം 100, ഉൽപ്പത്തിജ്ഞാനം 21, വാലൈക്കുമ്മി 100, ആദ്യന്തസൂത്രം 45, മൂപ്പുസൂത്രം 40, ജ്ഞാനചൈതന്യം 109, സിദ്ധർ വാഴ്ക്കെ വരലാറ് എന്നിങ്ങനെ ധാരാളം പുസ്തകങ്ങൾ കൊങ്കണ സിദ്ധർ രചിച്ചിട്ടുണ്ട്. 800 ആണ്ടുകൾ ജീവിച്ച ശേഷം കൊങ്കണ സിദ്ധർ തിരുമലയിൽ ചിത്തിരമാസം ഉത്തരനക്ഷത്രത്തിൽ തിരുപ്പതി കോവിലിനുള്ളിൽ സമാധി അടഞ്ഞതായാണ് ഐതിഹ്യം. അതല്ല, തിരുപ്പതിയിലുള്ള വരാഹക്കുളത്തിന്റെ തെക്കു പകുതിയിലുള്ള 8ാം പടിക്കെട്ടിൽ അവർ സമാധി കൊണ്ടതായി വിശ്വസിക്കുന്നവരുമുണ്ട്. തിരുപ്പതിയിലുള്ള 8ാമത്തെ മലയിൽ ഭഗവാൻ ബാബാജി എന്ന ഭക്തനോടൊപ്പം തായം കളിച്ചതായി ഐതിഹ്യമുണ്ട്. അവർ കളിച്ച ഇടത്തിൽ കൊങ്കണ സിദ്ധർ ജീവസമാധിയുള്ളതായി ചില പുസ്തകങ്ങളിൽ കുറിപ്പുണ്ട്. കൊങ്കണർ കേതുഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നതായി ഒരു വിശ്വാസമുള്ളതിനാൽ ഇദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചാൽ രാഹുകേതു ദോഷങ്ങൾ മാറുമെന്നും വിവാഹസന്താന തടസ്സങ്ങൾ നീങ്ങുമെന്നുമാണ് പൊതുവെയുള്ള വിശ്വാസം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.